നമുക്ക് പെട്ടെന്നൊരു പനി വന്നു, നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ അടുത്ത് പോകും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഫ്രാക്ചർ വന്നു, ഒരു സംശയം വേണ്ട, നമ്മൾ ഓടിപ്പോവും. ഹാർട്ട് അറ്റാക്ക് വന്നു, സംശയം മതി, പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലെത്തും. എന്നാൽ നമ്മളൊക്കെ കൺട്രോൾ ചെയ്തു പോകണ്ടോ നമ്മളെ മനസ്സ്, അല്ലേ? മനസ്സ് താളം തെറ്റി പോകുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നാൽ, ഇതൊക്കെ മനസ്സിൻ്റെ വ്യതിയാനങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇത് മാത്രം നമ്മൾ ഡിലേ വെക്കുന്നത്? പലവർക്കും മടിയാണ്. ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി ഒരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ എനിക്ക് മാനസിക രോഗമുണ്ടെന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ എന്നൊക്കെയുള്ള നെഗറ്റീവ് ചിന്താഗതികളാണ് നമ്മളെ പലപ്പോഴും വലിയ അസുഖത്തിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില പെരുമാറ്റ വ്യതിയാനങ്ങളൊക്കെ നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിദഗ്ധരുടെ സഹായം തേടണം. ചില കൗൺസിലിങ്ങിലൂടെ, ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചിലപ്പോൾ ഈ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. സോ മാനസിക സമ്മർദ്ദം കൂടിയാൽ പ്രശ്നമാണ്. കൂടാതിരിക്കാൻ ആരുടെ സഹായം തേടണം? വിദഗ്ധരുടെ സഹായം തേടണം.